ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഹിയർ. എനിക്ക് തൊണ്ടയ്ക്ക് നല്ല പ്രശ്നമുണ്ട്. പറയുന്നത് വ്യക്തമാവുന്നുണ്ടോ എന്നറിയത്തില്ല. എന്നാലും അർജൻറ്റ് ഗൈഡൻസ് ആണ്, അതുകൊണ്ടാണ് ക്ഷമിക്കുക. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ആയിട്ട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ സുഖമാണോ? നിങ്ങളുടെ ആദ്യം പറയാം, നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻ. ആരും പ്രോപ്പറായിട്ട് ഫുഡൊന്നും കഴിക്കുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല എന്നൊക്കെയാണ് ഡിവൈൻ ഗൈഡൻസിലുള്ളത്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട്, അതായത് നിങ്ങളിതൊന്നും ചെയ്യുന്നില്ല, കറക്റ്റായിട്ട് നിങ്ങളുടെ ബോഡിയെ ടേക്ക് കെയർ ഓഫ് ചെയ്യുന്നില്ല. ഡിവൈനായിട്ട് നമുക്ക് തന്നിട്ടുള്ളതാണ് നമ്മുടെ സോൾ പർപ്പസ് ആയിക്കോട്ടെ, ലൈഫ് പർപ്പസ് ആയിക്കോട്ടെ, ഇന്നോ വർക്ക്സ് ആയിക്കോട്ടെ, എന്ത് ചെയ്യണമെങ്കിലും ബോഡി ഈസ് ദ ഫസ്റ്റ് തിങ്. ഓക്കെ, അപ്പോൾ ആ ബോഡിയെ അതിൻ്റേതായ വാല്യൂ ഉൾക്കൊണ്ടുകൊണ്ട് നന്നായിട്ട് ട്രീറ്റ് ചെയ്യുക. നിങ്ങളെ എത്ര നന്നായിട്ട് ട്രീറ്റ് ചെയ്യുന്നുവോ അത്രയും നന്നായിട്ടായിരിക്കും മറ്റുള്ളവർ നിങ്ങളെ ട്രീറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഏത് ലെവലിലായാലും, അത് നിങ്ങളുടെ ഫിസിക്കൽ ലെവലിലായാലും, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലായാലും, നിങ്ങളുടെ സ്പിരിച്വൽ ലെവലിലായാലും, നിങ്ങളുടെ ഏതൊക്കെ തലങ്ങളിൽ നിങ്ങളെങ്ങനെ ട്രീറ്റ് ചെയ്യുന്നുവോ അതേത് ഇതിലായിരിക്കും മറ്റുള്ളവർ നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളൊരു സെൽഫ് റിഫ്ലക്ഷനാണ് നമ്മുടെ ചുറ്റിലും നമ്മളിലേക്ക് വരുന്ന ആളുകളും. ഓക്കെ, അപ്പോൾ ഭയങ്കര എനിക്ക് ത്രോട്ട് ഒട്ടും പറ്റുന്നില്ല. കുറേ പ്രാവശ്യമായിട്ട് ഇത് ഞാൻ വീഡിയോ എടുക്കുന്നു, ത്രോട്ട് പ്രശ്നം കൊണ്ട് പറ്റുന്നില്ല. അപ്പോൾ ആരോഗ്യാവസ്ഥയെക്കുറിച്ച് പറഞ്ഞു. എന്തെങ്കിലും അസുഖമോ ബുദ്ധിമുട്ടോ ഉള്ള വ്യക്തികളാണെങ്കിൽ അത് മസ്റ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. വെറുതെ വിട്ടുകളയരുത്. മെഡിസിനൊക്കെ കറക്റ്റായിട്ട് കഴിക്കണം. നിങ്ങളുടെ റുട്ടീൻസ് എല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. ഓക്കെ, ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ല, എല്ലാം ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം, മാനസികാവസ്ഥ. മനസ്സിലേക്ക് പല പല ചിന്തകൾ, ഈ ന്യൂമോണിൻ്റെയൊക്കെ ഒരു എഫക്റ്റും ഉണ്ട്, കുറേ അധികം ഉണ്ടായിരിക്കും. അവിടെയൊക്കെ മനസ്സിനെ പിടിച്ചു നിർത്തേണ്ടത് നമ്മൾ തന്നെയാണ്. അപ്പോൾ ഇന്നവർക്കിനും നമ്മുടെ പ്രയേഴ്സിനും നമ്മുടെ മനസ്സിൻ്റെ ഒരു മാനസിക ബലമില്ലേ, അതിനൊക്കെ ഇവിടെ നല്ല റോളുണ്ട്. ഡിവൈനിൽ സറണ്ടർ ചെയ്തുകൊണ്ട്, ഡിവൈനിൽ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് ഈ ജേണിയിൽ മുന്നോട്ട് പോവുക. അതാണ് ആ മനോബലത്തിലുള്ള ഏകൊരു മെഡിസിൻ. നിങ്ങളിപ്പോൾ ഏത് സാഹചര്യത്തിലാണെങ്കിലും നിങ്ങൾ ചെയ്യേണ്ട കാര്യം കൃത്യമായിട്ട് ചെയ്യുക. ഓക്കെ, ബാക്കി ഡിവൈനിൽ സറണ്ടർ ചെയ്യുക. ഡിവൈൻ അത് നമുക്ക് വേണ്ടുന്ന ജസ്റ്റിസ് അവിടെ തരും എന്ന് പൂർണ്ണമായിട്ടും വിശ്വസിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് എന്താകും എന്ന് ചിന്തിക്കാതെ നമുക്ക് ഇനി അടുത്തുള്ളൊരു ഗൈഡൻസ് കിട്ടിയിട്ടുണ്ടാവും, അതുമായിട്ട് മുന്നോട്ട് പോവുക. ഓക്കെ, അടുത്ത് നമ്മുടെ സ്പിരിച്വൽ ലെവലിൽ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇച്ചിരി അവേക്കനൊക്കെ ആയി വന്ന ശേഷം വരുമ്പോൾ നമുക്ക് സ്പിരിച്വൽ അറ്റാക്സ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ദിവസവും ചക്ര ക്ലെൻസിങ് ആക്ടിവേഷനും ഓറ പ്രൊട്ടക്ഷനും ഒക്കെ, ചക്ര ക്ലെൻസിങ്ങും ആക്ടിവേഷനും ദിവസം എന്തായാലും ചെയ്തേ മതിയാവുള്ളൂ. പക്ഷേ ചിലപ്പോൾ അതൊക്കെ മുടങ്ങി കിടക്കുന്നുണ്ടായിരിക്കും. 1-2 ദിവസമായിട്ട് കുറച്ച് ദിവസമായിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടാവില്ല. അത് നെഗറ്റീവ് എനർജീസ് അറ്റാക്സ് ഉണ്ടാക്കാൻ അത് കാരണമാകും. ഈ ഒരാഴ്ച, ഈ മൺഡേ, ഇപ്പോൾ ഇത് മൺഡേ, ഈ ഒരാഴ്ച നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഓറ എല്ലായിടെയും ഓറ പ്രൊട്ടക്റ്റ് ചെയ്ത് ലോക്ക് ചെയ്ത് സൂക്ഷിക്കണം. ക്ലെൻസിങ് മറക്കാതെ, പറ്റുമെങ്കിൽ രാവിലെ തന്നെ ചക്ര ക്ലെൻസിങ് ചെയ്യാം. ഓക്കെ, ഓറ പ്രൊട്ടക്റ്റ് ചെയ്ത് വയ്ക്കുക, മസ്റ്റാണ്. പിന്നെ എനർജി വേസ്റ്റാക്കാതിരിക്കുക. ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിലും നിങ്ങൾ ഫിസിക്കലി നിങ്ങൾ ഇടപെടാതെ ഇരിക്കുക. നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളിലേക്ക് മാത്രം നിങ്ങളൊന്നൊരു സേഫ് സോണിൽ നിൽക്കുക. വേണ്ടാത്ത കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക. അതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കാണാനോ കേൾക്കാനോ പറയാനോ ഒന്നും പോകാതിരിക്കുക. അതുപോലെ ഒരു മൗനവ്രതം ആചരിക്കുക. നാളെ ചൊവ്വാഴ്ചയിലെ ചൊവ്വയും വെള്ളിയും നിങ്ങൾ മൗനവ്രതം ആചരിക്കുക. അപ്പോൾ അത്രയും എനർജി നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ സാധിക്കും. ഈ ഒരാഴ്ച ഇച്ചിരി റിസ്ക് എലമെൻറ്റ്സ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് എനർജി സ്റ്റോർ ചെയ്ത് വയ്ക്കുക.
നിങ്ങളുടെ എനർജി എത്രത്തോളം സ്റ്റോർഡ് ആണോ അത്രത്തോളം നമുക്ക് സ്റ്റേബിളായിട്ട് നിൽക്കാൻ പറ്റും. നമ്മുടെ മാനസികാവസ്ഥയൊക്കെ ഒന്ന് ടിസ്റ്റ് ചെയ്ത് വരാനായിട്ട് നിമിഷ നേരം മതി. ഭയങ്കര സ്റ്റേബിൾ ആൻഡ് ഹൈ ഇതിൽ നിന്നിട്ട് ഏത് നിമിഷമാണോ നേരെ ലോയിലേക്ക് വന്ന് വീഴുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. നമ്മൾ തന്നെ വിചാരിക്കുകയോ നമുക്കെന്താ സംഭവിക്കുന്നത്, നമ്മളെന്താ ചിന്തിക്കുന്നതെന്ന് ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ തന്നെ വിചാരിക്കും. നമുക്ക് പെട്ടെന്നൊരു നമ്മുടെ ചിന്തകൾ മാറും. ചിന്തകൾ നേരെ ഉൾട്ടയാകും, കറക്റ്റ് ഉൾട്ടയാകും. അതുവരെ ശുഭാപ്തി വിശ്വാസത്തോടെ നിന്ന ആൾ പിന്നെ ഒരു വിശ്വാസം ഇല്ലാതായി പോകും. അയ്യോ എന്താ ഇങ്ങനെ എന്നുള്ള ചിന്ത. ചുമ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടെന്ന് അറിയാം, പക്ഷേ എനിക്കത് കൺട്രോൾ ചെയ്യാനും പറ്റുന്നില്ല. ഇങ്ങനെ ഓരോ വാക്കിനും ഓരോ ചുമ വെച്ച് വന്നുകൊണ്ടിരിക്കുക. ഓക്കെ, ഈ ത്രോട്ട് പോലെ ഇപ്പോൾ ത്രോട്ടിന് എന്തെങ്കിലും പ്രശ്നം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലമാണ്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ത്രോട്ട് ചക്രയിൽ അതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ ഒരു വർക്ക് ചെയ്യുക, വർക്ക് ചെയ്യുക. ത്രോട്ട് ചക്ര നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്യുക. എനിക്ക് കിട്ടിയ ഗൈഡൻസ് അങ്ങോട്ടേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ഈ തൊണ്ടയിൽ ഇത്രയും പ്രശ്നം. ഈ ഒരു ഗൈഡൻസ് തരാനായിട്ട് തുടങ്ങുന്നവരെ ഇങ്ങനെ ചുമയും ഇല്ലായിരുന്നു, തൊണ്ടയിൽ ഇച്ചിങ്ങും ഇല്ലായിരുന്നു. പെട്ടെന്ന് തൊണ്ട വല്ലാണ്ടായതാണ്. എനിക്ക് അങ്ങോട്ടേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ അത്രയ്ക്കും നമുക്ക് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗൈഡൻസ് ആണെന്ന് മനസ്സിലാക്കുക. ചുമ ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് ക്ഷമിക്കണം. പിന്നെ ഉള്ള ഗൈഡൻസ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് സാഹചര്യം വന്നാലും, ഇപ്പോൾ ഈ ആഴ്ചയിൽ ഇച്ചിരി റിസ്ക് എലമെൻറ്റ്സ് വരും വരാം എന്നുള്ളതൊരു ഫോർകാസ്റ്റിംഗ് ആണ്. ഓക്കെ, മുൻകൂട്ടി ഒന്ന് ഡിവൈൻ തന്നൊരു ഗൈഡൻസാണ്. അങ്ങനെ വന്നേക്കാം. ഓക്കെ, അത് നിങ്ങളെന്നുള്ള വ്യക്തിയെ കുറച്ചുകൂടി സ്ട്രെങ്തൻ ചെയ്ത് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രോസസ്സിംഗ് ആണ്. ഡിവൈൻ്റെ തന്നെ ഒരു പ്ലാനിങ്ങും പ്രോസസ്സിങ്ങും ഒക്കെയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോസസ്സിൽ നമ്മൾ ഒറ്റയ്ക്ക് ഉണ്ടാവുള്ളൂ. ഓക്കെ, നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആരും ഉണ്ടാവില്ല. ആ സമയത്ത് ഉള്ളിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആരും ഇല്ലാണ്ട് നമ്മൾ അകപ്പെട്ട് പോകുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സ്ട്രെങ്ത് ഉണ്ട്, ഇന്നർ സ്ട്രെങ്ത്. ആ ഒരു ഇന്നർ സ്ട്രെങ്ത് പുറത്തേക്ക് കൊണ്ടുവരാനാണ് ഡിവൈൻ ശ്രമിക്കുന്നത്. അപ്പോൾ പുറത്തുനിന്ന് നിങ്ങൾ എന്താ പറയുക, ഒരു ലോൺലിനെസ്സിലൊക്കെ ആയിരിക്കാം ചെന്ന് വീഴാൻ പോകുന്നത്. എന്നാലും നിങ്ങൾ ഡിവൈൻ ഉണ്ടല്ലോ കൂടെ. ഓക്കെ, നമ്മളൊരിക്കലും ഒറ്റയ്ക്കല്ല. അപ്പോൾ ഡിവൈനെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. അപ്പോൾ ഉള്ളിലുള്ള സ്ട്രെങ്ത്ത് പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. നമ്മുടെ DFസിൻ്റെ ഉള്ളിൽ ഒരു എനർജി ഉണ്ട്, ശക്തി എന്ന് പറയുന്ന എനർജി. അത് പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചാൻറ്റിങ് മന്ത്രമുണ്ട്. നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും ഭയമോ എന്തെങ്കിലും ബ്ലോക്കേജസോ ഇൻസെക്യൂരിറ്റീസോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ളൊരു മന്ത്രമുണ്ട്. എനിക്കിപ്പോൾ ഈ തൊണ്ടയുടെ പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് അത് ഞാൻ നാളെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളത് സന്ധ്യയ്ക്ക് അത് ചാൻറ്റ് ചെയ്യാം. ഒക്കെ ഒരു 21 ടൈംസ് ചാൻറ്റ് ചെയ്യാം. മസ്റ്റായിട്ടും ചെയ്യണം. നമ്മുടെ ഉള്ളിലുള്ള സ്ട്രെങ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഉണ്ടാകാൻ പോകുന്ന ആ സിറ്റുവേഷനിലേക്ക് ചെന്ന് വീഴാതിരിക്കാനും ആ സിറ്റുവേഷനിൽ നമുക്ക് പിടിച്ച് നിൽക്കാൻ, ഒരു സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യുമെന്നല്ല ഞാൻ പറഞ്ഞത്, ആ സിറ്റുവേഷനിൽ നമുക്ക് പിടിച്ച് നിൽക്കാനുള്ള ഒരു പവർ, ഒരു ഇന്നർ സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ മന്ത്രം ഒന്ന് ഞാൻ നാളെ അപ്ലോഡ് ചെയ്യാം. പിന്നെ നിങ്ങൾ സെൽഫ് ഫോക്കസ് ചെയ്യണമെന്നാണ് പറയുന്നത്. നിങ്ങളിൽ തന്നെ ഫോക്കസ് ചെയ്യുക. മസ്റ്റായിട്ടും ഇന്നർ വർക്ക് ചെയ്യാം. എന്തെങ്കിലും ഇന്നർ വർക്ക് മുടങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം കൃത്യമായിട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇത്രയും നാൾ നിങ്ങൾ ഇന്നർ വർക്കൊക്കെ ചെയ്തിട്ട് വന്നിട്ട് ഈ ഒരു പീക്ക് ടൈമിൽ ഇന്നർ വർക്കൊന്നും ചെയ്യാണ്ട് അലസമായി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ടൈം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. എന്തെങ്കിലും ടൈം കണ്ടെത്തി മടിയൊക്കെ ഒഴിവാക്കി ചെയ്യാം. അല്ലെങ്കിൽ ഇത്രയും നാൾ ചെയ്തു വന്ന ഇന്നർ വർക്കിൻ്റെയൊക്കെയും പവർ ഇവിടെ കൊണ്ടുവന്ന് കളയരുത്. ഓക്കെ, നമ്മൾ അത്രയ്ക്കും വലിയൊരു ഡെപ്തിലേക്കായിരിക്കും ചിലപ്പം പോകുന്നത്.
എന്തെങ്കിലും ഇന്നർ വർക്ക് മുടങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ചെയ്യണം. ഇപ്പോൾ ഫോക്കസ് എന്തിലേക്കാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല, ആകെ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നുള്ള ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നതെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ സമയത്ത് തന്നെ ഇന്നത്തെ ദിവസം എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യാതെ വിട്ടുകളഞ്ഞ കാര്യങ്ങൾ, അതെല്ലാം ലിസ്റ്റ് ഔട്ട് ചെയ്യാം. അപ്പോൾ എന്നിട്ട് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് ഇന്ന് ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങൾ, അങ്ങനത്തെ ഒരു 2-3 കാര്യങ്ങൾ എടുക്കുക. അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പഠന കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കരിയർ വൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, എന്തോ ആയിക്കോട്ടെ. നിങ്ങൾക്ക് ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ലൈഫ് ഗോളിൽ വരുന്ന കാര്യങ്ങളാണെങ്കിൽ, ഇനി നാളെ മുതൽ ഈ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പെസിഫിക് ടൈം കൊടുക്കുക. നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈം, അതായത് നമ്മുടെ വർക്കൊക്കെ തീർത്ത് നമ്മൾ ഫ്രീ ആകുന്ന ടൈം, ആ 2 കാര്യം, ഇപ്പോൾ 2 കാര്യങ്ങളാണ് എടുത്തിട്ടുള്ളതെങ്കിൽ ആ 2 കാര്യങ്ങൾക്കും വ്യത്യസ്തമായ ടൈമൊക്കെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ 3 കാര്യങ്ങളാണെങ്കിൽ നമ്മുടെ ആ ഒരു ഡേയിൽ നിന്നും ഈ ഒരു കാര്യത്തിന് ഇത്ര ടൈം, അങ്ങനെ 3 കാര്യങ്ങൾക്കും ഇത്ര ടൈമെന്ന് വെച്ച് മാറ്റി വയ്ക്കുക. എന്നിട്ട് അടുത്ത ദിവസം മുതൽ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. സെൽഫ് ഫോക്കസ്ഡ് ആയിട്ടിരിക്കുക. അതായത് നിങ്ങൾ ഇപ്പോൾ സ്വന്തം കാര്യത്തിലേക്ക് ശ്രദ്ധ വരുമ്പോൾ ഈ ചുറ്റിലുമുള്ള ഈ നോയ്സസ് ഒന്നും നമ്മൾ ശ്രദ്ധിക്കത്തില്ല. നമ്മളിലേക്ക് വരുമ്പോൾ നമ്മൾ നല്ല സാറ്റിസ്ഫൈഡ് ആയിരിക്കും, കണ്ടൻറ്റഡ് ആയിരിക്കും. ചുറ്റിലുള്ള നോയ്സസ് ഒന്നും കേൾക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. പിന്നെ ഞാൻ പറഞ്ഞ ആ മന്ത്രം, അത് നിങ്ങൾ ചാൻറ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടിയൊക്കെ നിങ്ങളുടെ എന്തെങ്കിലും ഭയമുണ്ടെങ്കിൽ അത് ഒഴിഞ്ഞു പോകും. ബ്ലോക്കേജസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകും. ഇൻസെക്യൂരിറ്റീസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും പോകും. അത് മന്ത്രം നിങ്ങളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അത് ഞാൻ ഉടനെ ഇടാം. പിന്നെ നിങ്ങൾക്ക് വിഷന് വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫിലൊരു വിഷൻ അതിപ്പോൾ തന്നെ ഉണ്ടാകണം. നമ്മളൊരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജിലാണ് നിൽക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പ്രോസസ്സിങ് നടക്കുന്നത്. ഞാൻ പറഞ്ഞത് ഈ ഒരാഴ്ച നമുക്ക് റിസ്കി ആയിരിക്കാം. അപ്പോൾ ആ ഒരു പ്രോസസ്സിൻ്റെ തുടക്കം ആണ്. അപ്പോൾ നിങ്ങൾക്കൊരു സെൽഫ് വിഷനൊക്കെ ആവശ്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ഒരിക്കൽ സംസാരിക്കാം. നമുക്ക് നമ്മളെക്കുറിച്ചൊരു കാഴ്ചപ്പാട്, നമ്മുടെ ജീവിതത്തെക്കുറിച്ചൊരു നല്ലൊരു കാഴ്ചപ്പാട് ആവശ്യമാണ്. എന്നാലേ മുന്നോട്ടുള്ള യാത്ര സുഗമമാവുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കുറേ ഇന്നർ വർക്ക് ചെയ്തു, കുറേ പിന്നെ നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ചെയ്തു, നമുക്കൊരു ലക്ഷ്യമില്ലാത്ത ജീവിതത്തിലേക്ക് പോകും. അത് പാടില്ല. നമുക്കൊരു സോൾ പർപ്പസ് ഉള്ളതുപോലെ തന്നെ നമുക്കൊരു ലൈഫ് പർപ്പസ് ഉണ്ടായിരിക്കില്ലേ. ഇപ്പം നമ്മൾ ഇത്രയും നാൾ ഭൂമിയിൽ ജീവിച്ചിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരിക്കില്ലേ. അപ്പോൾ അതിലേക്കൊക്കെ നമ്മൾ എത്തേണ്ട ടൈം ആയിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ സോൾ പർപ്പസൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഇപ്പം തന്നെ ഇതിനിടയ്ക്ക് തന്നെ സോൾ പർപ്പസ് എന്താണെന്നൊക്കെ കിട്ടിയിട്ടുണ്ടാവും, ചെയ്തു തുടങ്ങിയവരുണ്ടാവും. എൻ്റെ സോൾ പർപ്പസിൻ്റെ ഭാഗം മാത്രമാണ്. ബാക്കി ഇനി എന്തൊക്കെയോ ഇനിയുമുണ്ട്, ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വേയിലാണ്. അപ്പോൾ നിങ്ങൾക്കും അതുപോലെ സോൾ പർപ്പസ് ആയാലും ലൈഫ് പർപ്പസ് ആയാലും ഒക്കെ നിങ്ങളുടെ മുന്നിലേക്ക് വരേണ്ട ഒരു ടൈമാണ്. അതിലേക്കൊക്കെ നമ്മൾ പോകേണ്ട ഒരു ടൈമാണ്. അതിന് വേണ്ടിയിട്ടാണ് സെൽഫ് ഫോക്കസ് ചെയ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, സോൾ പർപ്പസിലേക്ക് നമുക്കൊരു വെളിച്ചം കിട്ടും. ആ പാതയിലോട്ട് നമ്മൾ എത്തിയിട്ടില്ലാത്തവർ, ഇപ്പോൾ ഞാനൊക്കെ അതിൻ്റെ തുടക്കത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ബാക്കി അങ്ങോട്ട് എന്ത് ചെയ്യണമെന്ന് നമുക്ക് ഡിവൈൻ കാണിച്ചു തരും. ലൈഫ് പർപ്പസ് ആണെങ്കിലും അതിനെക്കുറിച്ചും നമുക്ക് ഏകദേശം ഒരു ധാരണ എല്ലാവർക്കും ഉണ്ടായിരിക്കും. അതിനും എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ഓരോ സ്റ്റെപ്പായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഒറ്റയടിക്ക് എനിക്കിപ്പോൾ ഒരാഗ്രഹമുണ്ട് സാധിച്ചു എന്ന് പറ്റത്തില്ല. നമ്മളെല്ലാവരും ഓരോ വ്യത്യസ്തമായിട്ടുള്ള കഷ്ടതകൾക്കിടയിലാണ് നിൽക്കുന്നത്. നമുക്ക് പെട്ടെന്ന് നമ്മുടെ ലൈഫ് പർപ്പസിലേക്ക് എത്താൻ സാധിക്കില്ല. എല്ലാവരും പെട്ടെന്നാണ് എത്തിയിട്ടുള്ളത്. ഓരോ സ്റ്റെപ്പായിട്ടാണ്, എത്രയോ വർഷങ്ങളുടെ കഠിനാധ്വാനം കൊണ്ടാണ് അവരുടെയൊക്കെ ലൈഫ് പർപ്പസിൽ എത്തിയിരിക്കുന്നത്. അതുപോലെ സോൾ പർപ്പസ് ആയാലും ശരി. അപ്പോൾ അതിലേക്കൊക്കെ എത്തേണ്ട ഒരു ടൈമാണ്. നമ്മളിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യേണ്ട ഒരു ടൈമാണ്. നമുക്കിവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ സോൾ ലെവലിലായിക്കോട്ടെ, നമ്മുടെ ഈ 3D ലെവലിലായിക്കോട്ടെ, നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ടൈം ആയിരിക്കുന്നു എന്നാണ് ഞാൻ ഈ പറഞ്ഞത്. സെപ്പറേഷൻ ഫേസൊക്കെ ഒന്ന് താണ്ടി സ്പിരിച്വലി അവേക്കണായി ഇന്നർ വർക്കൊക്കെ ചെയ്ത് ഒരു സ്റ്റേബിൾ മൈൻഡിൽ എത്തിയിട്ടുള്ള
ചേസിങ്ങിലൊന്നും പോകാതെ, DMൻ്റെ പുറകെ ചേസിങ്ങിലൊന്നും പോകാതെ ഡിവൈനിൽ സറണ്ടർ ചെയ്ത് ഒരു സ്റ്റേബിൾ എനർജിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന DFനെ കുറിച്ചാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. നാളെ ഞാൻ പറഞ്ഞ മന്ത്ര ഇടുന്നതായിരിക്കും. പിന്നെ അടുത്ത ദിവസം ഉണ്ടോ, ഇപ്പോൾ എനിക്ക് തൊണ്ട ഇച്ചിരി ശാന്തതയുണ്ട്. ഫസ്റ്റ് തൊട്ട് ഞാൻ വല്ലാതെ സ്ട്രഗിൾ ചെയ്യുമായിരുന്നു. അടുത്ത് രണ്ടാമതായിട്ട് അതിൻ്റെ പുറകെ തന്നെ ഒരു സെൽഫ് വിഷൻ, നമുക്കൊരു സ്വന്തമായിട്ട് വേണ്ട വിഷനെ കുറിച്ച്, അതും അത്യാവശ്യം ലെങ്തുള്ളൊരു വീഡിയോ ആയിരിക്കും, നിങ്ങൾ കാണണം. അപ്പോൾ സെൽഫ് വിഷനിലേക്കും ഒരു 2 വീഡിയോസ് നാളെ മറ്റന്നാളായിട്ട് പ്രതീക്ഷിക്കാം. അതിൻ്റെ പുറകെ എന്തെങ്കിലും ഗൈഡൻസ് ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീക്കിൽ നിങ്ങൾക്കൊരു സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഹെൽപ്പ് എന്നെക്കൊണ്ട് തരാൻ സാധിക്കുമെങ്കിൽ ഡിവൈൻ്റെ സഹായത്തോടു കൂടി ഞാനത് അടുത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ നിങ്ങൾ കാണുന്ന വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്ത് പോവുക. അപ്പോൾ എനിക്ക് ഡിവൈനായിട്ട് നിങ്ങളിലേക്ക് ഡിവൈൻ കണക്റ്റ് ചെയ്യുന്നത് എന്നിലൂടെയാണ്. അപ്പോൾ ഞാനൊരു ടൂളായിട്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഡിവൈനോട് താങ്ക്സ് പറയുക. നിങ്ങളോട് കൺവേ ചെയ്യാനായിട്ട് ഒരു ടൂൾ എന്ന രീതിയിൽ എന്നെ തിരഞ്ഞെടുത്തതിൽ ഐ ആം താങ്ക്ഫുൾ ടു ഡിവൈൻ. സോ ജേണി എല്ലാവർക്കും നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. തന്ന ഗൈഡൻസ് എല്ലാം അത്രയധികം വാല്യൂവോട് കൂടി നിങ്ങൾ ഉൾക്കൊണ്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ വീഡിയോ എടുക്കാൻ ഒരു 5-6 പ്രാവശ്യമായിട്ട് ശ്രമിക്കുന്നു. ഞാൻ അനുഭവിച്ച ഒരു ബുദ്ധിമുട്ട് അത് നിങ്ങൾക്ക് തുടക്കത്തിൽ മനസ്സിലാകുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ത്രോട്ട് ഇച്ചിരി ക്ലിയറാണ്. അപ്പോൾ നിങ്ങൾ അതിൻ്റേതായ വാല്യൂ മനസ്സിലാക്കുക. ഓക്കെ, പിന്നെ ഈ ഒരു ആഴ്ച കമ്മ്യൂണിക്കേഷനൊക്കെ ഞാൻ കുറച്ച് വെച്ചിരിക്കുകയാണ്. ഈ ഒരാഴ്ച ആരും കോണ്ടാക്റ്റ് ചെയ്യണ്ട. ഓക്കെ, നമുക്ക് അടുത്ത മൺഡേ തൊട്ട് കോണ്ടാക്റ്റ് ചെയ്താൽ മതിയാവും. എൻ്റെ എനർജി ഞാൻ ഒന്ന് സ്റ്റോർ ചെയ്ത് വയ്ക്കുവാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ഡിവൈൻ.